മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആർ ശ്രീലേഖയ്ക്കെതിരെ പീഡന പരാതി, പോക്സോ പരാതി, എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളായിപ്പോ നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതായാലും ഇതൊക്കെ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ആർ ശ്രീലേഖ BJP-യുടെ കൗൺസിലർ ആയതോട് കൂടിയിട്ട്, അവർ BJP-യിൽ അംഗത്വം എടുത്തതോട് കൂടിയിട്ട്, അവർ BJP ആണെന്ന് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞത് മുതൽ അവരെ ഇവിടെ ഒരുപാട് ആളുകൾ വേട്ടയാടുന്നില്ലേ? നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ BJP അനുഭാവിയോ അല്ലെങ്കിൽ BJP-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സത്യം പറയുകയോ അല്ലെങ്കിൽ BJP-യിൽ അംഗത്വം എടുക്കുകയോ ചെയ്താൽ നമ്മുടെ കേരളത്തിൽ പിന്നെ സകല BJP വിരുദ്ധരും കൂടി വേട്ടയാടല് തുടങ്ങൂലേ? ഒരു ഭാഗത്ത് BJP-യും മറുഭാഗത്ത് എല്ലാവരും ഒരു ടീമല്ലേ? UDF, LDF, സകല ആളുകൾ, ജിഹാദികള്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDF, സകലരും ഒരു ടീമല്ലേ? അപ്പൊ UDF-കാരനും LDF-കാരനും ഒക്കെ ചാടിവിട്, ഞങ്ങൾ ടീമല്ല, ഞങ്ങൾ ഇവിടെ തമ്മിൽ തല്ലാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബോധമുള്ള ആളുകൾ പുച്ഛിച്ചു തള്ളൂലേ? ഇവരൊക്കെ ഡൽഹിയിലേക്ക് എത്തിയാൽ ഒരൊറ്റ മുന്നണിയല്ലേ, ഇന്ത്യ മുന്നണി. അപ്പോ കേരളത്തിൽ BJP എന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ ഉയർത്തിപ്പിടിച്ചാൽ അവരെ വേട്ടയാടലുകൾ വലിയ രീതിയിൽ നടക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോ ആർ ശ്രീലേഖയ്ക്കെതിരെ വലിയ രീതിയിലൊരു വേട്ടയാടലാണ് വന്നിട്ടുള്ളത്. അവർ 2020-ലോ 2021-ലോ മറ്റോ അവരവരുടെ ചാനലില് ഈ പോക്സോയുമായി ബന്ധപ്പെട്ട ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവര് പോക്സോ കേസ് പോലും അല്ല എന്നുള്ള തരത്തില് ആർ ശ്രീലേഖ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. എത്തരത്തിലാണ് ആ കേസൊക്കെ നിലനിൽക്കുമോ? അവര് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഈ കേസ് വന്നിരിക്കുന്നതില് ഞാൻ അറിഞ്ഞത് 2020-ലോ 2021-ലോ ഞാൻ ചെയ്ത ഒരു വീഡിയോ, സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയില് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി ഇപ്പൊ കിളിരൂർ കേസാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ കേസ് ഞാൻ നേതൃത്വം നൽകിയ ടീമാണ് അന്വേഷിച്ചത്. അതിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറിയ കേസാണ്. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIR-നകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിന്റെ പ്രായം 2003-ലാണെന്നാണ് എന്റെ ഓർമ്മ. 2002-ല് രജിസ്റ്റർ ചെയ്ത കേസ് 2003-ല് പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ അതിന്റെ പ്രായം 20-നോട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വളരെ ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. അപ്പൊ പോക്സോ കേസ് നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇതിപ്പോ ഒരു അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ് ഫോറത്തിന്റെ മറ്റോ ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് ഇപ്പോഴാണ്. അത് വ്യക്തി ഹത്യ നടത്താൻ വേണ്ടി ഇപ്പോ ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മുതൽ എനിക്കെതിരെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോ പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും വേണം കുത്തിപ്പൊക്കാൻ വേണ്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കേട്ടില്ലേ, 2003-ൽ മരണപ്പെട്ടു എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചതിന് നേതൃത്വം കൊടുത്തത് ഇവരാണെന്ന് തന്നെ പറയുന്നു. അതിലെ സകല പ്രതികളെയും ശിക്ഷിച്ചു എന്നുള്ളതും ഇവർ കൃത്യമായിട്ട് പറയുന്നു. ആ 2003-ലെ വിഷയം 2020-ൽ അവരുടെ ചാനലിലൂടെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇവര് പേര് പറഞ്ഞു എന്ന്, അതായത് അതിജീവിതയുടെ പേര് പറഞ്ഞത് പോക്സോ എന്നാണ് ഇവിടെ പരാതി കൊടുക്കുന്നത്. പോക്സോ പോലുമല്ല, അവർക്ക് പ്രായപൂർത്തി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ആർ ശ്രീലേഖ പ്രതികരിച്ചത് നിങ്ങൾ തന്നെ കേട്ടില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വ്യക്തമല്ലേ? ഇത് ഈ പറയുന്ന അതിജീവിതയുടെ പേര് വിളിച്ചു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് 10 കൊല്ലത്തേക്കോ 20 കൊല്ലത്തേക്കോ അങ്ങ് ജയിലിൽ അടയ്ക്കുക എന്നുള്ള നിയമമൊന്നുമല്ലല്ലോ. ഇത് കൃത്യമാണ്. ഇവരുടെ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ആർ ശ്രീലേഖ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പരാതിയുമായി ബന്ധപ്പെട്ട ആർ ശ്രീലേഖയെ
ജയിലിൽ ഇടാൻ സാധിക്കൂ? സാധിക്കൂല. പക്ഷെ എന്ത് സാധിക്കൂ? ഇവരെ അപമാനിക്കാൻ സാധിക്കും. ജനങ്ങൾക്കിടയിൽ ഇവരുടെ ഇമേജിനെ തകർക്കാൻ സാധിക്കും. അതറിഞ്ഞുകൊണ്ട് ഇവരുടെ എതിരാളി സ്വാഭാവികമായിട്ടും BJP വിരുദ്ധ ചേരി പണിയെടുത്തതല്ലേ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഒരു കേസിൽ 10 കൊല്ലത്തേക്കൊന്നും ജയിലിൽ ഇടില്ല എന്നുള്ളത് സകല ആളുകൾക്കും അറിയില്ലേ? ഇതെന്താണ്? അപമാനിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ആ ഒരു ഒറ്റ കേസെടുക്കൽ നടന്നതോട് കൂടിയിട്ട് സകല മാധ്യമങ്ങളിലും എന്താ വാർത്ത വരുന്നത്? ശ്രീലേഖയ്ക്കെതിരെ പീഡന പരാതി, ശ്രീലേഖയ്ക്കെതിരെ പോക്സോ. അപ്പൊ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കാണുന്ന ഇതെന്താ ആ ഒരു രീതിയിലേക്കുള്ളൊരു ചിന്ത വരുത്താൻ, ആ ശ്രീലേഖയെ അപമാനിക്കാൻ തന്നെയാണ് BJP വിരുദ്ധ ചേരിയുടെ ഈ ഒരു നടപടി, ഈ ഒരു പരാതി, ഈ ഒരു കേസ് കൊടുക്കൽ എന്നൊക്കെ അല്ലേ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്. ഈ മാധ്യമങ്ങളാണെങ്കിൽ ഒരു ഉളപ്പമില്ലാതെ ഒന്ന് മാന്യമര്യാദക്ക് പറഞ്ഞുകൂടെ? സകല മലയാളികളും തിരിച്ചറിയണോ BJP വിരുദ്ധ ചേരിയുടെ ഒരു വേട്ടയാടലാണ് ഇപ്പോ വ്യക്തമായിട്ട് നടന്നിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇടതുപക്ഷത്തെ MLA വരെ കണ്ണം വഴി ഓടിച്ചില്ലേ? ആർ ശ്രീലേഖ കൗൺസിലറായി വന്ന ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ട് MLA കണ്ണം വഴി ഓടിച്ചു. അതങ്ങനെ ചുമ്മാ അങ്ങ് ഓടിച്ചതാണോ? MLA സകല പിടിച്ചടക്കൽ ചെയ്യുന്നതിനെ കുറിച്ചും കൃത്യമായിട്ട് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഓടിച്ചു. ഇപ്പോ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് പോലും പരിഗണിക്കുന്നു, വാർത്തകൾ വരുന്നു. അപ്പോ പേടി കൊണ്ട് BJP വിരുദ്ധ ആളുകളാണ് ഇപ്പൊ ചാടി വീണിട്ട് ഇവർക്കെതിരെ പച്ചക്കള്ളവുമായിട്ട് ഈ രംഗത്തെത്തിയിട്ടുള്ളത്. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ശക്തമായിട്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. BJP വലിയ രീതിയിൽ തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇത് തിരുവനന്തപുരത്തെ ജനത മാത്രമല്ല തിരിച്ചറിയുന്നത്, നമ്മളെ പോലെയൊക്കെയുള്ള ഓൺലൈൻ മീഡിയാസ് നിരന്തരം ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരളം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് BJP വിജയിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ തന്നെ ഒരു കളങ്കം വരുത്താൻ തട്ടിപ്പുമായിട്ട് ഒരു അതായത് ഇമേജ് പോക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയല്ലേ പരാതിയൊക്കെ ആയിട്ട് ഇപ്പോ രംഗത്ത് എത്തിയത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2020 പേര് പറഞ്ഞ വിഷയം, അതും പോക്സോയിൽ പെടില്ല എന്ന് തന്നെ ശ്രീലേഖ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക, ഇവിടെ ഒരാള് BJP എന്നല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അവരെ വേട്ടയാടാൻ. അപ്പോയാ കൗൺസിലറൊക്കെ ആയിട്ട് ഇടതുപക്ഷത്തെ MLA പോലും കണ്ഠം വഴി ഓടിച്ച ആർ ശ്രീലേഖയ്ക്കെതിരെ ഇതിനേക്കാൾ അപ്പുറമുള്ള കള്ളങ്ങളുമായിട്ട് ആളുകൾ വരുമെന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അതിജീവിതയുടെ ഒക്കെ പേര് പറയരുത് എന്നുള്ളത് നമ്മുടെ നിയമത്തിലുള്ളതാണ്. അതൊക്കെ അറിയുന്ന ഒരു വ്യക്തിയല്ലേ. ഇത് യഥാർത്ഥത്തില് എന്തൊക്കെയാണോ നിയമങ്ങൾ അതിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ആർ ശ്രീലേഖയെ പൊതുമധ്യത്തില് അപമാനിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൊടുത്തിട്ടുള്ള ഒരു പരാതിയാ. അല്ലാതെ പിടിച്ച് 10 കൊല്ലവും 20 കൊല്ലവും ജയിലിൽ അങ്ങ് അടയ്ക്കാനൊന്നും അല്ല പരാതി കൊടുത്തവരുടെ ഉദ്ദേശവും എന്നുള്ളതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനും UDFിനൊക്കെ കൊള്ളുന്നു എന്നുള്ളതാ. നമ്മൾ ഇത്തരം കപട വാർത്തകളും തന്ത്രപരമായിട്ട് ഇമേജ് തകർക്കാനുള്ള ഇത്തരം പരാതികളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ആർ ശ്രീലേഖ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു നേതാവാണ്. അവരൊക്കെ ശക്തമായിട്ട് വരുന്ന ആളുകളിൽ കേരളം ഭരിക്കുന്നതിലേക്ക് തന്നെ വരും. അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. നിങ്ങൾ എന്ത് പരാതിയുമായിട്ട് ഏത് തരത്തിലുള്ള കള്ളപ്പരാതികളായിട്ട് വന്നാലും അവരെയൊക്കെ ഹൃദയത്തിലേറ്റുന്ന ജനത ഇത്തരം പച്ച കള്ളങ്ങളെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും.